ഹലോ, ഞാനിന്നൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താനാട്ടോ പോകുന്നത്. ഏതായാലും ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ് ചിലവുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതായാലും നിവർത്തിയില്ല. എൻ്റെ ഒരു കുഞ്ഞ് ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ കാണാം. അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 2 കേടിൻ്റെ പാത്രം കേട്ടോ. അതിൽ ഞാൻ സിമൻറ്റും മണലും ഒക്കെ കുഴച്ചിട്ട് അത് സെറ്റ് ചെയ്ത് നടുക്ക് ഹോളിട്ടിട്ട് അത് ഒരു 2-3 ദിവസം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാനിട്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ 2 പൈപ്പ് എടുത്തിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ അടിയിലൂടെ ഒരു ഹോളിട്ടിട്ട് വയർ വലിച്ച് നേരെ അറ്റത്ത് ഈ എൻഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ, 2 കോളാമ്പി പോലത്തെ സാധനം കണ്ടോ. ഈ സംഭവം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഞാനിത് എൻ്റെ ഒരു ഐഡിയയിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഹോൾഡർ വലിച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് നമുക്ക് ഈ പൈപ്പിൽ ഫിറ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ടാട്ടോ ഉണ്ടാക്കി. അപ്പം ഇതിൻ്റെ ഫിനിഷിങ്ങിലെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ബെൻഡിങ് പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ കറക്റ്റ് ഇത് പുറത്ത് ഒട്ടിക്കാനും ഇതൊക്കെ ചെയ്യാൻ, വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല രീതിയിൽ ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പറും അത് ഒട്ടിച്ചിട്ടുണ്ട് പുറത്ത്. അതുപോലെ 2 എണ്ണാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പുറത്ത് ഞാൻ അതിന് ശരിക്കും ഈ ബ്ലാക്ക് പേപ്പറാണ്, പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ബേസ് ബോർഡ് ആയതുകൊണ്ട് അത് ഇതാവുന്നതുകൊണ്ട് ബ്ലാക്ക് പേപ്പർ ഒട്ടിച്ച് അത് നല്ല ഫിനിഷിങ് ആക്കി ഒരു 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ഫൈനലിലേക്ക് വന്നത്. ഈ ബെൻഡിങ് പൈപ്പിലൂടെ ഈ വയർ വലിച്ച് അടിയിലേക്ക് ഇട്ടതിന് ശേഷം ഇത് കണക്ട് ചെയ്തിട്ടാട്ടോ ശരിക്കും നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ, അതായത് ഈ കേടിൻ്റെ പാത്രത്തിൽ ഈ സിമെൻറ്റിലേക്ക് നമ്മൾ ഈ പൈപ്പ് ഉറപ്പിച്ച് വെച്ചത്. ഇത് ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി വന്നപ്പോൾ കൊളാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സംഭവം എനിക്ക് സെറ്റായി. ഇതാട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇനി അതിനായിട്ട് 2 ബൾബ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബൾബ് അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കണ്ടോ നല്ല ലൈറ്റാണ്. ഇത് നമുക്ക് ഡാർക്ക് ഷെയ്ഡിലൊക്കെ നിന്നിട്ട് നമുക്ക് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാൻ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തൽക്കാലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവം. ഇതിൽ ബട്ടർ പേപ്പർ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ലൈറ്റ് ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ. അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് യെല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാം കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ഗ്ലാസ് പേപ്പർ ഞാൻ അതിൽ ഒട്ടിച്ചത്. അതിലെടുത്ത 2-3 പിക്ചേഴ്സാട്ടോ ഈ കാണുന്നത്. ഏതായാലും ഞാൻ ഹാപ്പിയാണ്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുത്. ടാറ്റാ.